കേരള രാഷ്ട്രീയത്തിലും ക്യാമ്പസുകളിലും ഒരുപോലെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച രണ്ട് പേരുകളാണ് PM ആർഷോയും കെ വിദ്യയും. ഇപ്പോഴിതാ ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. വരുന്ന തിങ്കളാഴ്ച കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചാണ് ഇവരുടെ വിവാഹ രജിസ്ട്രേഷൻ നടക്കുക. കോളേജ് അധ്യാപികയാകാൻ മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന കേസിൽ പ്രതിയാണ് വധുവായ കെ വിദ്യ. കോളേജിൽ കൃത്യമായി വരാത്തതിന് നോട്ടീസ് കിട്ടിയതിനെ തുടർന്ന് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന മുൻ വിദ്യാർത്ഥി നേതാവാണ് വരനായ PM ആർഷോ. SFI സംസ്ഥാന നേതൃത്വത്തിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന ഇവരുടെ വിവാഹ വാർത്ത രാഷ്ട്രീയ വിദ്യാർത്ഥി മേഖലകളിൽ ഇപ്പോൾ വലിയ ചർച്ചയായി കഴിഞ്ഞു. ആരാണ് PM ആർഷോ? കഴിഞ്ഞ 10 വർഷത്തെ തുടർച്ചയായ ഭരണം കൊണ്ട് CPMന് ഉണ്ടായ പ്രധാന നേട്ടങ്ങളിലൊന്ന് വലിയ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ പലരെയും പാർട്ടിയിലെ മുൻനിര നേതാക്കളാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നതാണ്. അത്തരത്തിൽ വളർന്നുവന്ന ഒരു നേതാവാണ് മുൻ SFI സംസ്ഥാന സെക്രട്ടറിയും CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ PM ആർഷോ. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഭൂരിഭാഗം സമയവും ഇയാൾ ഒരു പിടികിട്ടാപ്പുള്ളിയായിരുന്നു. കോടതി പ്രതിയായി പ്രഖ്യാപിച്ച് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടും ആർഷോ കേരളത്തിലുടനീളം യഥേഷ്ടം നടന്നു. എന്നാൽ പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യവുമുണ്ടായില്ല. ഈ സംഭവത്തിൽ കോടതികൾ പോലും പോലീസിനെയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. ആർഷോയ്ക്കെതിരെയുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണം സ്വന്തം സഹപ്രവർത്തകയായ ഒരു വനിതാ നേതാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നതാണ്. MG സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പ് സമയത്ത് ആ പെൺകുട്ടിയുടെ അടിവയറ്റിൽ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും മോശമായ വാക്കുകളാൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ വിദ്യാർത്ഥി വിഭാഗം നേതാവായിരുന്നു ഈ പെൺകുട്ടി. അവർ സ്വന്തം പാർട്ടി നേതാക്കൾക്ക് പരാതി നൽകിയെങ്കിലും CPMനെ ഭയന്ന് CPI നേതാക്കൾ ഈ വിഷയം ഇടതുപക്ഷ യോഗങ്ങളിൽ ഉന്നയിക്കാൻ പോലും തയ്യാറായില്ല. ആർഷോയുടെ കഥകൾ അവിടെയും തീരുന്നില്ല. ഡിഗ്രി പോലും ജയിക്കാതെ PGക്ക് അഡ്മിഷൻ നേടാൻ പിണറായി ഭരണത്തിൽ ഇയാൾക്ക് കഴിഞ്ഞു. പിന്നീട് ഈ വിവരം വിവാദമായപ്പോഴാണ് പഠനം ഉപേക്ഷിച്ചത്. പരീക്ഷ എഴുതാതെ തന്നെ ജയിച്ചു എന്ന വിചിത്രമായ ഖ്യാതിയും ആർഷോയ്ക്കുണ്ട്. എന്നാൽ സ്ത്രീകളോട് ബഹുമാനമില്ലാത്ത ഭരണത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന് കരുതിയ ആർഷോയ്ക്ക് വലിയൊരു തിരിച്ചടി കിട്ടിയത് പാലക്കാട് വെച്ച് നടന്ന ഒരു ചാനൽ ചർച്ചയിലാണ്. അവിടെ വെച്ച് BJP ജില്ലാ പ്രസിഡന്റും ബോഡി ബിൽഡറുമായ പ്രശാന്ത് ശിവനെ ആർഷോ വെല്ലുവിളിച്ചു. എന്നാൽ പ്രശാന്ത് ശിവൻ മുണ്ട് മടക്കിക്കുത്തി ആർഷോയുടെ താടിയിൽ നോക്കി ഒന്ന് കൊടുത്തപ്പോൾ ആർഷോ കരഞ്ഞു നിലവിളിക്കുന്ന കാഴ്ചയാണ് പിന്നീട് മാധ്യമങ്ങളിലൂടെ കേരളം കണ്ടത്. ഇനി ആരാണ് വധു കെ വിദ്യ? ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് പോലെ ആർഷോയ്ക്ക് എല്ലാവിധത്തിലും യോജിച്ച പങ്കാളി തന്നെയാണ് വധുവായ കെ വിദ്യ. മുൻ SFI വനിതാ നേതാവായ വിദ്യ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസിൽ ജയിലിൽ കിടന്ന വ്യക്തിയാണ്. ഒരു സർക്കാർ കോളേജിൽ ഗസ്റ്റ് ലെക്ചററായി ജോലി നേടിയെടുക്കാൻ വേണ്ടിയാണ് വിദ്യ വ്യാജരേഖ ചമച്ചത്. താൻ മഹാരാജാസ് കോളേജിൽ അധ്യാപികയായി ജോലി ചെയ്തിരുന്നു എന്ന രീതിയിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റാണ് വിദ്യ ഉണ്ടാക്കിയത്. ഈ തട്ടിപ്പിന് പിന്നിൽ ആർഷോയുടെ സഹായം ഉണ്ടായിരുന്നുവെന്ന് പരക്കെ സംസാരമുണ്ടായിരുന്നെങ്കിലും ഭരണസ്വാധീനം ഉപയോഗിച്ച് ആർഷോ രക്ഷപ്പെടുകയും വിദ്യ മാത്രം പ്രതിയാവുകയുമാണ് ചെയ്തത്. ഈ വ്യാജരേഖ വെച്ച് വിദ്യ കരിന്തളം ഗവൺമെന്റ് കോളേജിൽ മാസങ്ങളോളം പഠിപ്പിച്ചു. പിന്നീട് 2023 രാജീവ് ഗാന്ധി മെമ്മോറിയൽ കോളേജിൽ ഇതേ സർട്ടിഫിക്കറ്റ് നൽകിയപ്പോഴാണ് കോളേജ് അധികൃതർക്ക് സംശയം തോന്നിയത്. അവർ മഹാരാജാസ് കോളേജിലേക്ക് കത്തയച്ചതോടെയാണ് വിദ്യയുടേത് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന സത്യം പുറത്തുവന്നത്. കേസായതോടെ ഒളിവിൽ പോയ വിദ്യയെ പിന്നീട് പോലീസ് പിടികൂടി. വിദ്യ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. നിലവിൽ ഈ കേസ് വിചാരണ ഘട്ടത്തിലാണ്. പിണറായി സർക്കാർ അധികാരത്തിൽ ഇല്ലാത്തതിനാൽ കേസിൽ കൃത്യമായി വിചാരണ നടക്കുമെന്നും വിദ്യ ശിക്ഷിക്കപ്പെടുമെന്നുമാണ് എല്ലാവരും കരുതുന്നത്. ആർഷോയും വിദ്യയും വിവാഹിതരാകുന്നു എന്ന വാർത്ത സാധാരണക്കാരായ CPM അണികളിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ തന്നെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും അവരുടെ കുടുംബങ്ങളും ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ തീർക്കുകയും അവർക്ക് വേണ്ടി അടിയുണ്ടാക്കുകയും അവർക്ക് വേണ്ടി ചാനൽ ചർച്ചകളിലിരുന്ന് അവരെ ന്യായീകരിക്കുകയും ചെയ്യേണ്ട മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ കടന്നുപോകുന്നത്. പല സഖാക്കളുടെയും കുടുംബങ്ങളാണ് പാർട്ടി അണികൾക്കുള്ളിൽ ഇപ്പോൾ പ്രധാന തലവേദന. മുതിർന്ന സഖാക്കളുടെ കുടുംബത്തെ ന്യായീകരിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് ഇടത് പ്രവർത്തകർ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള ചില കുടുംബ മഹിമകൾ നമുക്ക് നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ നടത്തിയ
കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കഥകളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാവിഷയം. സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും വീണാ വിജയനെയും മുഖ്യമന്ത്രിയെയും ന്യായീകരിക്കുന്നതിൽ അസഹിഷ്ണുക്കളാണ്. കാരണം വീണാ വിജയൻ പാർട്ടിയിലെ ഒരു സജീവ പ്രവർത്തകയല്ല. എന്നിരുന്നാലും അവരെ പോലും ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് ഇന്ന് സാധാരണ ഇടതുപക്ഷ പ്രവർത്തകർ. ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച വീണാ വിജയന്റെ ഭർത്താവ് PA മുഹമ്മദ് റിയാസ് കഷ്ടിച്ചാണ് ജയിച്ചു കയറിയത്. ശക്തമായ UDF തരംഗം എന്നതിലുപരി വീണാ വിജയന്റെ ഭർത്താവ് എന്ന ലേബലും മുഹമ്മദ് റിയാസിന്റെ വിജയത്തിന്റെ തിളക്കം കെടുത്തി. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ, ഭാര്യ PK ശ്യാമള, ഇവരുടെ മകൻ എന്നിവരടങ്ങുന്നതാണ് രണ്ടാമത്തെ കുടുംബം. തളിപ്പറമ്പ് മണ്ഡലം ഒരു കുടുംബ സ്വത്തുപോലെ കൊണ്ടുനടക്കാൻ ഗോവിന്ദൻ ശ്രമിച്ചതുകൊണ്ടാണ് അവിടെ പാർട്ടിക്ക് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരി അന്നത്തെ നഗരസഭാ അധ്യക്ഷയായിരുന്ന ശ്യാമളയായിരുന്നു. ശ്യാമള കേസിൽ പ്രതിയാകും എന്ന ഘട്ടമെത്തിയപ്പോൾ അന്തരിച്ച സാജന്റെ ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നുവെന്ന് വരുത്തി തീർക്കാൻ പാർട്ടി പത്രമായ ദേശാഭിമാനിയിലൂടെ വ്യാജവാർത്ത ചമച്ച പാരമ്പര്യമാണ് ഇവർക്കുള്ളത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും ഭാര്യയും മുൻ മന്ത്രിയുമായ R ബിന്ദുവും ഇതിന് മറ്റൊരു ഉദാഹരണമാണ്. അന്തരിച്ച നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളായ ബിനീഷും ബിനോയിയും അധികാരത്തിന്റെ തണലിൽ നടത്തിയ തട്ടിപ്പുകൾ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഈയൊരു വലിയ തട്ടിപ്പ് പാരമ്പര്യത്തിലേക്കാണ് ഇനി R ഷോയും വിദ്യയും ഒരു പുതിയ കുടുംബമായി കടന്നുവരുന്നത്. ഭാവിയിൽ എപ്പോഴെങ്കിലും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നാൽ വ്യാജ സർട്ടിഫിക്കറ്റ് കാണിച്ച് വിദ്യ ഏതെങ്കിലും സർക്കാർ കോളേജിൽ ഉയർന്ന തസ്തികയിൽ ജോലി നേടുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം CPM നേതാക്കളുടെ ഭാര്യമാർക്ക് സർവകലാശാലകളിൽ പിൻവാതിൽ വഴി ജോലി നൽകിയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. മന്ത്രി MB രാജേഷിന്റെ ഭാര്യയുടെ നിയമന വിവാദം അതിനൊരു ഉദാഹരണം മാത്രമാണ്. പ്രായപൂർത്തിയായ ആർക്കും ആരെയും വിവാഹം കഴിക്കാവുന്നതാണ്. ഒരേ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരും പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരും തമ്മിൽ വിവാഹം കഴിക്കുന്നത് വളരെ നല്ല കാര്യവുമാണ്. എന്നാൽ ഇവർ തങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നത് ജനസേവനത്തിനു വേണ്ടിയാണോ അതോ സ്വന്തം ലാഭത്തിനു വേണ്ടിയാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. സാധാരണ ജനങ്ങൾക്കും അവരുടെ ഉന്നമനത്തിനും വേണ്ടി എന്നും പോരാടിയ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നാൽ ഈ പാർട്ടിയിലെ ഇപ്പോഴത്തെ യുവതലമുറയും മുതിർന്ന നേതാക്കളും തങ്ങളുടെ കുടുംബ നേട്ടങ്ങൾക്കു വേണ്ടി ജനങ്ങളെ മറക്കുന്നു എന്നൊരാക്ഷേപം ഇപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ തന്നെ ശക്തമാണ്. അധികാരത്തിലെത്തുമ്പോൾ പിൻവാതിൽ നിയമനം വഴി ഉയർന്ന തസ്തികകളിൽ കയറിപ്പറ്റാമെന്നും സാമ്പത്തികമായി ലാഭം കൊയ്യാമെന്നുമുള്ള ചിന്ത ഇത്തരം ആളുകളിൽ ഇന്ന് കടന്നുകൂടുന്നു. മുതിർന്ന നേതാക്കളെ അനുകരിച്ച് തെറ്റായ വഴിയിലൂടെ വളർന്നുവരുന്ന യുവനേതാക്കളെയും എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്യുകയും ന്യായീകരിക്കുകയും ചെയ്യേണ്ടി വരുന്ന രീതിയിലേക്ക് അണികൾ അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.